സ്ത്രീ പ്രതീക്ഷയുടെ നാഴികക്കല്ലാകുന്ന വേദി ഇത് റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. ഇന്നും നമ്മുടെ റെഡ് കാർപ്പറ്റിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ മലയാളികളുടെ പ്രിയ നായിക ദ വെരി ടാലന്റഡ് മീര വാസുദേവ്. വെണ്ണിലവ് കണ്ണ് വച്ച വെണ്ണക്കൂടമേ, വെള്ളി വെയിലും വച്ച പാദസരമേ. ഓക്കെ, അപ്പൊ ഒരിക്കൽ കൂടി നമ്മുടെ ഈ ഒരു വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ എന്തായാലും മീരയുടെ വിശേഷങ്ങളും നമുക്ക് അത് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് ഇരുന്ന് സംസാരിക്കാം അല്ലേ? മീര, എനിക്ക് ഇനി വീണ്ടും നമ്മുടെ റെഡ് കാർപ്പറ്റിലേക്ക് വരികയാണെങ്കിൽ, നമ്മുടെ വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ, ഒരു സർപ്രൈസ് മീരയ്ക്ക് തരണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം ഇതിനു മുമ്പ് സംസാരത്തിന്റെ ഇടയിൽ പറഞ്ഞു എനിക്കൊരാളെ കാണണം എന്ന് ആഗ്രഹമുണ്ട്, ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചു നോക്കാം, നമ്മുടെ ഭാഗത്തുനിന്നൊരു ശ്രമം നടത്തി നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഒരാളെ, അത് മീരയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. ഇപ്പോഴത്തെ ഈ ജീവിതത്തിൽ മീരയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. കാണാമറിയത്തെ ഒരു സുഹൃത്ത് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരാളാണ്. ആരാണ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് ഒരു കോൾ ഞാൻ കണക്ട് ചെയ്യാം. അപ്പൊ ഒന്ന് സംസാരിച്ചു നോക്കൂ, അപ്പൊ മനസ്സിലാവും ആരാണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ആളെ ഒന്ന് വിളിക്കാം. ഓക്കെ, യെസ്. ഹലോ ഹലോ ഹലോ, യാ, ആരാണെന്ന് മനസ്സിലായോ? മീരയ്ക്ക് മനസ്സിലായോ ആരാണെന്ന്? സൗണ്ട് കേട്ടിട്ട് ഇല്ല, മനസ്സിലായില്ല. ഇല്ല, മനസ്സിലായില്ല. വെയിറ്റ്, സുമിത്രയ്ക്ക് ഇതുവരെ എന്നെ മനസ്സിലായില്ലേ? എനിക്ക് എന്റെ വോയിസ് തന്നെ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ മനസ്സിലായി. സച്ച് എ പ്ലഷർ ടു ടോക്ക് ടു യു ദേവി, സച്ച് എ പ്ലഷർ. Me too. അറ്റ്ലീസ്റ്റ് ഈ വഴിയെങ്കിലും ഞാൻ നിങ്ങളോട് പരിചയപ്പെടുന്നുണ്ടല്ലോ, അപ്പൊ അതിന് താങ്ക് യു പറയണം. താങ്ക് യു അമൃത ദേവി, താങ്ക് യു ഫിസിക. സന്തോഷം. ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് വളരെ നന്ദി കേട്ടോ, താങ്ക് യു. ഞാൻ ആ പിന്നെ പ്രോഗ്രാമിൽ പങ്കെടുത്ത സമയത്ത് ഈ വർക്കിനെ കുറിച്ച് ഞാനിവിടെ പറയുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞു. ആണോ? ഓക്കെ. അപ്പൊ ഈ സുമിത്രയ്ക്ക് ഇപ്പൊ ഡബ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ചെയ്തോ, ഡബ് ചെയ്തോ? ഈവൻ ഒരു 15 മിനിറ്റ്സ് മുമ്പ് ചെയ്യായിരുന്നു. 50 മിനിറ്റ്സ് മുമ്പ് സുമിത്രയ്ക്ക് ഡബ് ചെയ്യായിരുന്നു. ദേവി, നിങ്ങൾ സൂപ്പർബായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇതുവരെ നിങ്ങളോട് പറയാനേ പറ്റില്ല, നിങ്ങളെ ഞാൻ കണ്ടിട്ടുമില്ല. പക്ഷെ നിങ്ങള് ഇതാട്ടോ ആള്. പക്ഷെ താങ്ക് യു സോ മച്ച് പറഞ്ഞതില്. യു ആർ ഡൂയിങ് എ ബ്യൂട്ടിഫുൾ ജോബ്. ഞാനത് വളരെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കും വളരെ ഈസി ആയിട്ട് റെൻഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയലോഗ് റെൻഡറിങ് ആണ്. താങ്ക് യു മാ. നിങ്ങൾ ചെയ്യുന്നതാണ് എനിക്ക് ഇനിയും ഒരു പ്രോത്സാഹം, ഇനിയും ഒരു എൻകറേജ്മെന്റ് ആയിട്ട് മാറുന്നത് കേട്ടോ. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഐ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ്. ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള നല്ല ആർട്ടിസ്റ്റുകൾക്ക് ശബ്ദം നൽകാൻ പറ്റുന്നതും നമ്മുടെ വലിയ ഭാഗ്യമാണ്. താങ്ക് യു മാ. ഭാഗ്യം ഈക്വൽ ആണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞു മീരയോട്, അതായത് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് മീരയുടെ ഇപ്പോഴത്തെ ജീവിതത്തിലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു എലമെന്റ് ആണ് ദേവി ചേച്ചി. അപ്പൊ അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ നമ്മൾ നിങ്ങളെ രണ്ടുപേരെ കൂട്ടിമുട്ടിച്ചിരിക്കുകയാണ്. ഇനി പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ നേരിട്ട് കാണാനുള്ള അവസരം നിങ്ങൾ തന്നെ ഒരുക്കുക. ഓക്കെ, ഞാൻ എല്ലാവരോടും എന്റെ സുമിത്രയ്ക്കും എന്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഞാൻ എല്ലാവരോടും പറയണം, സുമിത്ര എന്ന് പറഞ്ഞാൽ 50% എന്റെ മുഖവാ, 50% ദേവിയുടെ വോയിസ് ആണ്. അങ്ങനെയല്ല, എന്തായാലും അത് ഡബ് ചെയ്യാൻ, ആ ക്യാരക്ടർ ഡബ് ചെയ്യാൻ കിട്ടിയതും എന്റെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. കാരണം ഞാൻ ചെയ്യുന്നതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തതയുള്ള ഒരു കഥാപാത്രമാണ് ഞാൻ ഇപ്പൊ റീസെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ഒരു ക്യാരക്ടർ അല്ല അത്. തൊട്ടപ്പുറത്തിരിക്കുന്ന സ്വാസികയുടെ ഒരു റേഞ്ചിലല്ലല്ലോ ഈ ക്യാരക്ടർ വരുന്നത്, വേറൊരു ഏജ് ഇതിലല്ലേ വരുന്നത്. അപ്പൊ എനിക്കത് ഭയങ്കര ഒരു ചാലഞ്ചാണ്. എന്തായാലും ഒരുപാട് സന്തോഷം ഞങ്ങളുടെ ഈ ഒരു സെഗ്മെന്റിൽ പങ്കെടുത്തതിൽ. അപ്പൊ ദേവി ചേച്ചി കാണാം. താങ്ക് യു സോ മച്ച്. ബൈ. ഇനി നമ്മളുടെ വിശേഷങ്ങളുടെ ഇടയിൽ നമുക്ക് ഇന്നത്തെ വേറൊരു അതിഥി, ഇപ്പൊ ഒരു സർപ്രൈസ് നമ്മൾ കേട്ടു.
ഇതും എനിക്ക് തോന്നുന്നു മീര ഭയങ്കര സർപ്രൈസ്ഡ് ആവും. കാരണം ഇതൊരു എക്സ്ട്രാ ഓർഡിനറി ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ആൻഡ് വെറും 10 വയസ്സേ ഉള്ളൂ. നമ്മളെല്ലാവരും മീറ്റ് ചെയ്തിരിക്കേണ്ട ഒരു പേഴ്സണാലിറ്റിയാണ്. പാട്ട് പാടും, കീബോർഡ് വായിക്കും, അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് വിളിക്കാം അല്ലേ? യെസ്. സോ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് ആ അതുല്യ പ്രതിഭയെ ഞാൻ സ്വാഗതം ചെയ്യാണ്. സോ ലെറ്റ്സ് വെൽക്കം അൽവീന. உலகத்தை காட்டச் சொல்லு புது இடம் புது மேகம் தேடி போவோமே. അപ്പൊ അൽവീന ഒരു ബിഗ് ഹായ് ആദ്യം ഞാൻ പറയാണ്. എന്നെ മനസ്സിലായോ? മനസ്സിലായി. ആരാണ്? സ്വാസിക ചേച്ചി. സ്വാസിക ചേച്ചിയോ? താങ്ക് യു. അപ്പൊ നമ്മളാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. അതിന്റെ കൂടെ എന്റെ കൂടെ വേറൊരു ചേച്ചിയും കൂടി ഉണ്ട്. അത് ആരാന്നറിയോ? ആരാ? മീര ചേച്ചി, മീര വാസുദേവ്. മീര വാസുദേവ്. ആ മീര ചേച്ചി അറിയോ? ഹായ്. 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 വളരെ ബ്യൂട്ടിഫുൾ ആണല്ലോ കാണാൻ. എന്താണ് വിശേഷം? പറയൂ. സുഖാണോ? സുഖാണ്. സുഖാണ്. എവിടുന്ന വരണേ? ഞാന് മരത്താണിക്കുന്ന വരുന്നേ. മരത്താണിക്കൽ നിന്നാണ് വരുന്നേ. ഏത് ക്ലാസ്സിലാ പഠിക്കണേ ഇപ്പോ? ഞാൻ 4ാം ക്ലാസ്സില്. 4ാം ക്ലാസ്സില്. ഇഷ്ടാണോ പഠിക്കാനൊക്കെ? ആണോ? പിന്നെ എന്തൊക്കെയാണ് മോൾക്ക് ഇഷ്ടം? പാട്ടാണോ, ഡാൻസ് ആണോ, എന്തൊക്കെയാ ഇഷ്ടം? പാട്ടും പിന്നെ കീബോർഡ് വായിക്കും. കീബോർഡ് വായിക്കും. പിന്നെ ഞാൻ നേരത്തെ മീര ചേച്ചിയോട് പറഞ്ഞു ഒരു എക്സ്ട്രാ ഓർഡിനറി ടാലന്റ് ആണെന്ന് പറഞ്ഞു. അതായത് കീബോർഡ് വായിക്കും, പാട്ട് പാടും, അതിൻ്റെ കൂടെ ലാംഗ്വേജസ് അല്ലേ 6 ലാംഗ്വേജ് അറിയാം അല്ലെ? 6 അല്ലേ? കറക്റ്റ് അല്ലേ? ഏതൊക്കെയാണെന്നൊന്ന് പറയോ? ജാപ്പനീസ്, ചൈനീസ്, സ്പാനിഷ്, ഫ്രഞ്ച്, പോർച്ചുഗീസ്, ഓ അറബിക്. ഇതറിയോ? വെൽക്കം ടു റെഡ് കാർപ്പറ്റ് എന്ന് പറയാം. അറിയാം. ജാപ്പനീസില് ഓ അക്ക കാർപ്പറ്റ്. ഇനി ചൈനീസിലോ? ഓക്കെ ശരി. സ്പാനിഷ്. അൽഫാമോ? പിന്നെ ഏതാണ്? അറബിക്. അറബിക്കില് അഹമ്മദ് കാർപ്പറ്റ്. ഓ എനിക്ക് വയ്യ. എത്ര സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നത്. പിന്നെ ഏതൊക്കെയാണ്? ഹിന്ദി. റെഡ് കാർപ്പറ്റ് पर आपका स्वागत है. അടിപൊളി. പിന്നെ ഞാൻ പറയട്ടെ, ഞാൻ വേറൊരു വിശേഷം അറിഞ്ഞു. അതായത് ഇങ്ങനെ കലണ്ടറിലെ ഓരോ ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് അൽവിനെ കുട്ടിക്ക് പറയാൻ പറ്റും. അതായത് 2022, 23, 24 വരെ പറയും എന്നൊക്കെ കേട്ടു. അങ്ങനെ സത്യമാണോ? സത്യ. അത് ശരി. കലണ്ടറിൽ ഏത് ഡേറ്റ് ഇത് ചോദിച്ചാലും പറയും? നമുക്ക് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാലോ? ഓക്കെ. 2022 ഫെബ്രുവരിയിൽ ഒരു കാര്യം ചോദിക്കാം. ഫെബ്രുവരിയിൽ എത്ര സൺഡേസ് ഉണ്ട്? സൺഡേസ് 6, 13, 20, 27. കറക്റ്റ്. ഓഗസ്റ്റില് ഫ്രൈഡേസിന്റെ ഡേറ്റ് എന്താണ്? 5, 12, 19, 26. എന്ന് 2021 ചോദിച്ചാൽ പറയാൻ പറ്റുമോ മോളെ? കഴിഞ്ഞ വർഷത്തെ 2021 ഡിസംബറില് എത്ര സാറ്റർഡേസ് ഉണ്ട്? 4, 11, 18, 25. അപ്പൊ ഇനി എന്താണ്? ഇനി നമുക്ക് വീട്ടിൽ നിന്ന് വന്നിരിക്കുന്ന അവരെ കൂടെ ഒന്ന് പരിചയപ്പെടാം. എന്ത് പറയണു? ശരി. നമസ്കാരം. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഉമ്മ, ചേച്ചി, ഉപ്പ. ഓക്കെ. അപ്പൊ ആദ്യം നമുക്ക് ഉമ്മയെടുത്ത് സംസാരിക്കാം അല്ലേ? പേര് പറഞ്ഞോളൂ ചേച്ചി. ലബിന. അപ്പൊ പറയൂ, എത്ര വയസ്സിലാണ് മനസ്സിലായത് ഇങ്ങനെ കഴിവുകളൊക്കെ ഉണ്ട്? ചെറുതിലെ കാഴ്ചയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ. കാഴ്ചയുടെ പ്രശ്നം ജനിച്ചപ്പോ മുതൽ അങ്ങനെ വന്നതാണോ? അതെ. ഓക്കെ. 3 months ആയപ്പോഴാണ് അവർക്ക് 3 months ആയപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്. അപ്പൊ ആ സമയത്ത് നമ്മള് ഡോക്ടേഴ്സിന്റെ അടുത്ത് കൊണ്ടുപോയി കാണിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷെ അവര് പറഞ്ഞത് 100% ബ്ലൈൻഡ് ആണെന്നാണ്. മെഡിസിനും ഓപ്പറേഷനും ഒന്നും ഇല്ല, അതൊന്നും സക്സസ് ആവൂല എന്ന് പറഞ്ഞു. നമ്മൾ ഒരുപാട് നോക്കി, അപ്പോളോ ഹോസ്പിറ്റലിൽ വരെ എല്ലായിടവും കൊണ്ടുപോയി. പക്ഷേ ഒന്നും ചെയ്യാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് ഏകദേശം 3 വയസ്സായപ്പോൾ അവൾക്ക് ചെറിയ തോതിൽ ഇരുട്ടും വെളിച്ചും തിരിച്ചറിഞ്ഞു തുടങ്ങി. അതിനുശേഷം പിന്നെ കളേഴ്സുകളൊക്കെ അവളിങ്ങനെ ചെറിയ തോതിൽ അടുത്ത് പിടിച്ചിട്ടുള്ള കാഴ്ചയൊക്കെ ആയി തുടങ്ങി. അവൾക്കൊരു ഏകദേശം സ്കൂളിംഗ്
സമയത്ത് തന്നെ ഏകദേശം എല്ലാം പറയാനൊക്കെ തുടങ്ങി. പിന്നെ എല്ലാ കാര്യവും അപ്ഡേറ്റഡ് ആണ്, എല്ലാ കാര്യവും അറിഞ്ഞിരിക്കണം, എല്ലാ കാര്യങ്ങളും. ചെറുതിലേ എന്ത് കാര്യമാണെങ്കിലും ഇത് എന്താണ്, ഏതാണ്, എവിടെയാണ് സ്ഥലം, എന്തൊക്കെ നടക്കുന്നുണ്ട് എല്ലാം നമ്മളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം അതിനനുസരിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അവർക്ക് പറഞ്ഞു കൊടുത്തില്ലേ വാശിയാണ് എല്ലാ കാര്യം. അതുപോലെ തന്നെ മ്യൂസിക്കിനോടുള്ള പാഷനും അങ്ങനെ തന്നെയാണ്. പാട്ട് കേട്ട് അതിൻ്റെ ഓരോ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി, സ്കെയിലുകൾ, ഓരോ നോട്ട്സുകൾ പറയാൻ തുടങ്ങി. പിന്നെ ഫസ്റ്റ് ടൈം ചെയ്തത് സൈലോഫോണിലാണ് അവൾ സ്റ്റാർട്ട് ചെയ്തത്. അതിൽ നാഷണൽ ആന്തം വായിച്ചു. അതിനുശേഷം പിന്നെ നമ്മൾ ചെറിയൊരു കീബോർഡ്, ചെറിയതായിട്ടുള്ള ടോയ് പോലത്തെ കീബോർഡ് മേടിച്ചു കൊടുത്തു. അതിനകത്ത് ഓരോ പാട്ടുകൾ കേട്ടിട്ട് അങ്ങനെ വായിക്കാൻ തുടങ്ങി. ഇതിന്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ കേട്ടു, ഇടയിലൊരു കാഴ്ചശക്തി വന്നിരുന്നു. അതെങ്ങനെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂസ് ആയിട്ട് പോയി. അങ്ങനെ ആ സമയത്ത് ഒരു ഏകദേശം അത്യാവശ്യം കാഴ്ചയൊക്കെ ആയപ്പോൾ തന്നെ സ്കൂളിങ്ങും തുടങ്ങി. നിങ്ങളെയൊക്കെ കാണാനും അങ്ങനെയൊക്കെ തുടങ്ങി. അടുത്ത് പിടിച്ചിട്ട് ബുക്സ് വരെ വായിക്കാൻ തുടങ്ങി. ഭയങ്കര സ്റ്റോറിന്റെ ആളാണ്. രാത്രി ഒരു ബുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് അവള് കിടക്കുള്ളൂ. അതാണ് വായനാശീലം. എന്നിട്ട് വായിച്ചിട്ട് തന്നെ വായിക്കും, സ്ട്രെയിൻ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മള് അടുത്ത് ലൈറ്റ് അടുത്ത് വെച്ച് കൊടുക്കും. അപ്പൊ അവള് നന്നായിട്ട് വായിച്ചിട്ട് അങ്ങനെയാണ് ഉറങ്ങാറ് പതിവ്. പിന്നെ അതിന് ശേഷം പിന്നെ അവൾക്ക് പിന്നെ പെട്ടെന്ന് പോവാൻ 6 ഇയേഴ്സിന് ശേഷമാണ് ഫിക്സ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ കോവിഡിന്റെ അതും കൂടെ ആയപ്പോൾ ട്രീറ്റ്മെന്റും തന്നെ കുറച്ചൊന്ന് ഡിലേ ആയി. അപ്പോൾ എല്ലാം കൂടെ ആയപ്പോൾ അതിലാണ് അവൾക്ക് നട്ടലിന് പ്രശ്നങ്ങൾ വന്നു. ജെർക്കിങ് വന്നപ്പോൾ നട്ടല് കംപ്ലീറ്റ് പൊട്ടിപ്പോയി. അവള് ബെഡ് റീഡൺ ആയതായിരുന്നു. 1 മാസത്തോളം ബെഡിൽ ആയിപ്പോയി. ഡോക്ടേഴ്സ് വിധി എഴുതി, ഇനി നടക്കില്ല, ഒന്നും ചെയ്യൂല, എല്ലാം പറഞ്ഞതായിരുന്നു. അതിനുശേഷം പിന്നെ ഇങ്ങനെ അവൾ തന്നെ റിക്കവറായി. അവൾക്ക് ഭയങ്കര പവറാണ്, ഭയങ്കര വിൽ പവറാണ്. അങ്ങനെയല്ല എന്നുള്ളത് അവൾ തന്നെ പ്രൂവ് ചെയ്യും നമ്മളടുത്ത്. അങ്ങനെയാണ്, വാശിയാണ്, എനിക്ക് നേടണം, അത് തെറ്റാണെന്ന് അങ്ങനെ ആ വാശിയിൽ തന്നെ ചെയ്തുകൊണ്ട് വരും എല്ലാ കാര്യങ്ങളും. അപ്പൊ നടക്കൂല എന്ന് ഡോക്ടേഴ്സ് പറയുന്ന അവൾ തന്നെ കേട്ടിട്ടുണ്ട്. അവൾ തന്നെ കേട്ടു. പക്ഷെ ഇല്ല, വിഷമിക്കൂല. അങ്ങനെ അധികം വേദനിച്ചാൽ മാത്രമേ കരയുള്ളൂ. കരച്ചിലൊന്നും അങ്ങനെ വരില്ല. സംസാരിക്കുമ്പോൾ അങ്ങനെ ഓട്ടിസം ചെറിയൊരു ഫീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ എല്ലാ കാര്യത്തിലും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ റെഡിയായി വന്നു അവള്. ഇപ്പോൾ എല്ലാ കാര്യത്തിനും ഓക്കെയാണ്. നോ എന്നൊരു വാക്ക് അവളിലില്ല, ഡിക്ഷണറിയിൽ നോ ഇല്ല. അങ്ങനെയാണ് അവൾ. ഇനി നമുക്ക് ചേച്ചിയുടെ പേര് ഒന്ന് പറഞ്ഞോളൂ. അഫിയ മിൻഹ. ഓ, അതാണ് ചേച്ചിയുടെ പേര്. ഇനി ഉപ്പയുടെ പേര് പറഞ്ഞോളൂ. എന്റെ പേര് സിദ്ദിഖ്. ഓക്കെ. ഞാൻ ദുബായിലായിരുന്നു. ഇപ്പോ മോളുടെ ഇങ്ങനെയുള്ള ഒരു മോളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിട്ട് നാട്ടിൽ അവിടെ വിട്ടു പോന്നിട്ടില്ല. ഇപ്പൊ കുറച്ച് വർക്ക് അവിടുന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് പുറമെയുള്ള IT വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. മനസ്സിലായി. എനിക്ക് തോന്നുന്നത് അമ്മ അച്ഛന് സംസാരിക്കുന്ന സമയത്ത് അവൾ ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു പോസിറ്റീവ് ഓർമ്മകളുണ്ട് അവൾക്ക്. ഷീ ഈസ് ഓൾവേസ് ഹാപ്പി. പിന്നെ ഈ പരിമിതികൾ നമ്മൾ പറയുന്നത് നമ്മളായിട്ട് തോന്നുന്നത്, നമ്മളായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇപ്പം നമ്മൾ എല്ലാം ഓക്കെ ആയാലും നമുക്ക് എപ്പോഴും അങ്ങനെ തോന്നും, നമുക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ അവൾ നോക്കൂ, ഷീ സച്ച് എൻ ഇൻസ്പിറേഷൻ. അവൾക്ക് ഒരു പരിമിതികളുമില്ല. ഷീ ഹാസ് നോ ലിമിറ്റ്സ്. There's absolutely no limits. The universe is hers. അല്ല, അതുപോലത്തെ ഒരു പോസിറ്റിവിറ്റി ആൻഡ് റേഡിയൻസ് ഉണ്ട് ആ കുട്ടിക്ക്. അവള് ഒരുപാട് ബുക്സ് വായിച്ചിരുന്ന ആ ബുക്സ് ഒക്കെ പട്ടിയായിട്ട് അവിടെ ബെഡിന്റെ അടുത്ത് വെച്ചിരിക്കുക. അവള് പൊന്നുപോലെ സൂക്ഷിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ എപ്പോഴെങ്കിലും കാഴ്ച വന്നു കഴിഞ്ഞാൽ എനിക്ക് വായിക്കാലോ എന്നുള്ളതാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ലാസ്റ്റ് ഇയറിൽ അവളെ ബ്രെയിനിലെ പഠിക്കാൻ വേണ്ടിയിട്ട്, കാരണം നമുക്ക് ലേറ്റ് ഇല്ലെങ്കിൽ നമുക്ക് വായിക്കുന്നത് പഠിക്കാന്ന് പറഞ്ഞ അങ്ങനെ ബ്രെയിനിലെ പഠിക്കാൻ വിട്ടു. അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ വന്നത് കൊണ്ട് തീർച്ചയായിട്ടും കൂടി ഇത് കഴിഞ്ഞ് വരും എന്ന് തോന്നുന്നു. ഇപ്പൊ എന്തായാലും ഏജും കുറവാണല്ലോ. അപ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോൾ ചിലപ്പം അത് തിരിച്ചു കിട്ടാനാണ് ചാൻസ്. അടിപൊളി. അപ്പോൾ എന്തായാലും ഈ പ്രോഗ്രാം കാണുന്ന അമൃത ടിവിയുടെ പ്രേക്ഷകർ, ലോകത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്തിരുന്ന് കാണുന്നവർ, നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഈ മോളുടെ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് അവർക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനലിനെ വിളിച്ചറിയിക്കുക. നമ്മളത് ഇവരിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഒരു പെട്ടെന്ന് നല്ലൊരു കാര്യം സംഭവിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം, അല്ലേ?
ഈ നമ്മളിപ്പോൾ കലണ്ടറിലെ കാര്യങ്ങളൊക്കെ അൽവിനോട് ചോദിച്ചപ്പോൾ ഡേറ്റ്സ് ഒക്കെ പറഞ്ഞല്ലോ. പക്ഷെ ഏതൊക്കെ ഡേറ്റുകൾ എന്തൊക്കെ സ്പെഷ്യാലിറ്റി ഉണ്ട് അങ്ങനെയൊക്കെ അറിയോ? ഇപ്പൊ December 25 എന്ന് പറയുമ്പോൾ ക്രിസ്മസ് ആണ് എന്ന് അറിയാലോ. അതേപോലെ November 14th എന്താ അറിയോ? ചിൽഡ്രൻസ് ഡേ. അടിപൊളി. ജനുവരി 1 ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ. ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസ്. ഓ അങ്ങനെ ഒരു ദിവസം ഉണ്ടല്ലേ. ജനുവരി 12 നാഷണൽ യൂത്ത് ഡേ. ഓക്കെ. പിന്നെ ജനുവരി 24 നാഷണൽ ഗേൾ ചൈൽഡ് ഡേ. ജനുവരി 25 നാഷണൽ ടൂറിസം ഡേ ഓർ വാട്ടേഴ്സ് ഡേ. ജനുവരി 26 റിപ്പബ്ലിക് ഡേ. ജനുവരി 30 മാർട്ടിയേഴ്സ് ഡേ. പിന്നെ ഫെബ്രുവരിയിൽ വേറെ എന്തൊക്കെയുണ്ട്? ഫെബ്രുവരി 1 ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡേ. ഫെബ്രുവരി 12 ചാൾസ് ഡാർവിൻ ഡേ. ഓക്കെ. ഫെബ്രുവരി 13 വേൾഡ് റേഡിയോ ഡേ. വേൾഡ് റേഡിയോ ഡേ. ഫെബ്രുവരി 13 വേൾഡ് റേഡിയോ ഡേ മീര ചേച്ചിക്ക് അറിയായിരുന്നു? അറിയാം. ഫെബ്രുവരി 14 എനിക്കറിയാം. വാലന്റൈൻസ് ഡേ. അടിപൊളി. ഇപ്പൊ നമ്മൾ വിചാരിക്കും ചില ഡേറ്റ്സ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ. പക്ഷെ ഇപ്പൊ മോള് പറയുന്നത് കേൾക്കുമ്പോഴോ നമ്മൾ കേൾക്കാത്ത, പ്രത്യേകിച്ച് ഞാൻ കേൾക്കാത്ത കുറെ സ്പെഷ്യൽ ഡേയ്സ് എന്നെ പഠിപ്പിച്ചു തന്നു. താങ്ക് യു. വെൽക്കം. അപ്പൊ ഇനി നമുക്ക് എന്താ വെച്ചാൽ പാട്ട് കേൾക്കണം. കീബോർഡ് വായിച്ചുകൊണ്ട് തന്നെ ആ പാട്ട് ഞങ്ങൾക്ക് കേൾക്കണം. പുഷ്പേലെ ഏതാ? ശ്രീവള്ളി. അത് പഠിക്കോ. റെഡി? അപ്പൊ ഇനി ഇപ്പൊ കുറെ പാട്ടൊക്കെ നമ്മൾ കേട്ടു. ഇനി നമുക്ക് അനൗൺസ്മെന്റ് ഒന്ന് കീബോർഡിൽ ഇത് ചെയ്താലോ? റെയിൽവേ അനൗൺസ്മെന്റ്. റെയിൽവേ അനൗൺസ്മെന്റും ഫ്ലൈറ്റും രണ്ടും വേണം. ആദ്യം ഏതാ? റെയിൽവേ പറയാം അല്ലേ? യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ 126-24 തിരുവനന്തപുരം ചെന്നൈ എക്സ്പ്രസ് തൃശൂർ സ്റ്റേഷൻ 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. यात्रियों कृपया ध्यान दीजिए. गाड़ी नंबर 126 ट्रिवांड्रम चेन्नई एक्सप्रेस दोडीपी दरमेम त्रिशूर स्टेशन प्लेटफॉर्म नंबर 2 पर आएगी. Your attention please. Train number 126 Trivandrum Chennai Express will arrive shortly on Thrissur station platform number 2. സൂപ്പർ. അപ്പൊ ഇനി നമുക്ക് ട്രെയിൻ കിട്ടി. ഞങ്ങൾ ചെന്നൈയിലെത്തി. ഇനി ഞങ്ങൾക്ക് ദുബായിക്ക് പോണെങ്കിൽ ഫ്ലൈറ്റ് എന്താണ് അവസ്ഥ? എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റ് ആണല്ലേ? ഓക്കെ, അതിൽ തന്നെ പോവാം. يرجى حلرات ركاب الطائرة طيران الإمارات رحلة رقم 1 2 3 متوجهة إلى لندن هيثرو. أرجى التوجه إلى الطائرة من هلال بابا رقم 4. ഫ്ലൈറ്റ് പോയി.
ഫ്ലൈറ്റ് ദുബായിൽ നിന്ന് എങ്ങോട്ടാ പോയത്? ലണ്ടനിലേക്കാണോ? ആ അതെനിക്ക് മനസ്സിലായി, ലണ്ടൻ ഞാൻ കേട്ട്. ഓക്കെ, അപ്പൊ ലണ്ടനിൽ ഫ്ലൈറ്റ് പോയി. ഇനി വേറെ എന്തൊക്കെയാണ് ഇതുപോലെ മൊബൈലിന്റെ റിംഗ് ടോൺസ് ഒക്കെ? മൊബൈൽ റിംഗ് ടോൺസ്. ആ നമ്പർ 2 നോക്കിയ ഓൾഡ് ക്ലാസിക് റിംഗ് ടോൺ. എയർടെൽ ഫ്രൂട്ട്. BSNL message. Please show the colors for free for unlimited free songs that 56700. ഇനി മോളെ ജനഗണമന ഇതില് വായിക്കും കേട്ടു, അത് സത്യമാണോ? ആ എന്തായാലും മിടുക്കിയായിരുന്നു കേട്ടോ. ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തു, എല്ലാം അടിപൊളിയായിരുന്നു. മീര ചേച്ചി ഒരു സമ്മാനം തരും. എന്ത് സമ്മാനം? നല്ലൊരു സമ്മാനം തരും. ആ സമ്മാനം വാങ്ങിച്ചിട്ട് നമുക്ക് പോവാം കേട്ടോ. വാനവില്ലേ നോക്കുകില്ലേ കോടമഞ്ഞിൻ ചില്ലിലൂടെ ഒന്നുമില്ലേ ചായുകില്ലേ ഓർമ്മ പെയ്യും ചില്ലമേലെ തേടും. ഇത് മോളുടെ ആദ്യത്തെ TV ഷോ അല്ലേ? ആണ്, ആദ്യത്തെ ഒരു TV ഷോ ആണ്. അപ്പൊ ഇനിയും ഒരുപാട് ഷോസ് വരട്ടെ, ഒത്തിരി അച്ചീവ്മെന്റ്സ്, പല പല റെക്കോർഡ്സ് ഒക്കെ അൽവിനയ്ക്ക് കിട്ടട്ടെ കേട്ടോ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. നമുക്കിനി കാണാം. അപ്പൊ എല്ലാരോടും നേരെ ഇങ്ങനെ ഒരു ടാറ്റ എല്ലാരോടും പറഞ്ഞോളൂ കേട്ടോ. എല്ലാരും ടാറ്റ എന്ന് പറഞ്ഞോളൂ. ടാറ്റ, ബൈ.